മുളയരി വെച്ചിട്ട് ശർക്കരയൊന്നും ചേർക്കാത്തൊരു പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഞാൻ ഇത് ലുലുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്തൊരു റെസിപ്പിയൊക്കെ ഉണ്ടായിരുന്നു ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര ചേർക്കാത്ത പായസമാണ് കേട്ടോ. ഇതാണ് മുളയരി. കണ്ടാൽ നമ്മുടെ ഒരു സൂചി ഗോതമ്പിൻ്റെയൊക്കെ ഒരുപോലെ ഉണ്ടാവും, പക്ഷേ അത് അരിയാണ്. മുളയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് അത് ഉണ്ടാവുക എന്നൊക്കെ പറയാറുള്ളത്. കുറേ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉണ്ട്, ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 24 മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. അത്രയും കുതിർക്കണം, എന്നാലാണ് ഇത് വേവുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 വിസിലാവുന്നവരൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് വന്ന ശേഷം നമുക്ക് ആ ഉടച്ച് വെച്ച അരി അതിലേക്ക് ചേർക്കാം, മുളയരി. എന്നിട്ട് ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഈ ചെറിയ അടുപ്പിൽ ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. വിസിൽ വരണ മുന്നേ എന്നിട്ട് ചൂടാറിയിട്ട് ഒന്ന് തുറന്ന് ഇളക്കിയ ശേഷം വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. പക്ഷേ 20 മിനിറ്റ് വെക്കണം. വിസിൽ വരാൻ ഇടവരുത്തരുത് കേട്ടോ. അതിൻ്റെ മുന്നേ ഓഫ് ചെയ്യുക. ഇപ്പോൾ അത് ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാൻ തുറന്നത്. എന്നിട്ട് കുറച്ച് ബട്ടറും കൂടെ അതിലേക്ക് ഇട്ട് ഇളക്കി. ഇത്രയേ ഉള്ളൂ. മുളയരി പായസം, പിങ്ക് പായസം റെഡിയായി. നമ്മുടെ അടപ്രഥമനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ.